3 പേരുണ്ട്. മൂത്താൾ അമേരിക്കയിലാണ്, എഞ്ചിനീയറാണ്, IT എഞ്ചിനീയറാണ്. രണ്ടാമത്തെ ആൾ ബാംഗ്ലൂർ. മൂന്നാമത്തെ മോളാണ്. എനിക്കൊരു സുഖമില്ലാത്തൊരു കുഞ്ഞുണ്ട് എനിക്ക്. അപ്പോൾ അവർ 3 പേരാണ് മക്കളായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ ഇടയ്ക്ക് വെച്ചിട്ട് കുറച്ച് ന്യൂസസ് ഒക്കെ ഇങ്ങനെ ഞങ്ങളിപ്പോൾ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. ഒഫീഷ്യലായിട്ടില്ല, സെപ്പറേറ്റഡ് ആയിട്ട്. അതെ, ഒഫീഷ്യൽ ആയിട്ടില്ല എന്നിങ്ങനെ എടുത്തു പറയുമ്പോഴും നമുക്കിങ്ങനെ എന്താ ഒരു പാച്ചപ്പ് അങ്ങനെയൊക്കെ മനസ്സിലുണ്ടോ? ഞാൻ പറഞ്ഞില്ലേ, അതും ഒരു പാച്ചപ്പിനുള്ള സാധ്യത വളരെ കുറവാണ്. നമ്മളിങ്ങനെ കാണുമ്പോഴും പ്രണയിച്ച് സ്നേഹിച്ച് ഒരുപാട്. അതെ, അത് പറഞ്ഞിട്ട് കാര്യമില്ല. ഇപ്പം എത്ര പേരുണ്ട് ഇതിനേക്കാളും പ്രണയിച്ച ആൾക്കാർ എത്ര പേര് പിരിയുന്നു. ഇപ്പം എനിക്ക് പരിചയമുള്ളവർ എത്രയോ പേരുണ്ട്. അത് നമ്മുടെ ഓൾ ഇൻ ദ ഗെയിം, അത്രേ ഉള്ളൂ. ഇപ്പോൾ അത് പിന്നെ ഒരു ഫാഷനായല്ലോ. ഇപ്പോൾ ഫാമിലി കോട്ട് എന്ന് പറയുന്നത് അവിടെ ചെല്ലുമ്പോഴേ അറിയുള്ളൂ ഫാമിലി കോർട്ടിൽ പോകുന്നതിൻ്റെ ബുദ്ധിമുട്ട്. അവിടെ ആയിരക്കണക്കിന് കേസാണ് ഒരു ദിവസം. ജഡ്ജ് തലവേദന എടുത്തിരിക്കണതാണ് ചില സമയത്ത്. അത്രയും കേസുകളാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ആരും ഇപ്പം സെപ്പറേറ്റഡ് ആയ ആൾക്കാർ ഒരിക്കലും പരസ്പരം നല്ലത് പറയില്ലല്ലോ. നല്ലതായിരുന്നു പക്ഷേ പറ്റുമെന്ന് പറയാൻ പറ്റില്ലല്ലോ. പരസ്പരം അതിനകത്ത് കോർട്ട് റൂമിനകത്ത് മുഴുവൻ ബ്ലെയിമിങ്ങും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചെളി വാരി എറിയുക മാത്രമേ ഉള്ളൂ. അതൊരു മടിയാണ് സത്യം പറഞ്ഞാൽ, അതും അങ്ങോട്ട് പോകാൻ. പക്ഷേ ഈ സ്നേഹിച്ച് കല്യാണം കഴിക്കുന്നവരൊക്കെ ആകുമ്പോഴത്തേക്ക് ആ ഒരു എന്താ പറയുക, അല്ല, അത് ഞാൻ പറഞ്ഞില്ലേ, പണ്ടത്തെ കാലത്ത് ഒരു അണ്ടർസ്റ്റാൻഡിങ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ 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 അതൊരു എന്താ പറയുക, കാലഘട്ടം മാറുമ്പോൾ ഓരോരുത്തരുടെ മനസ്ഥിതിയും കാര്യങ്ങളൊക്കെ മാറുകയല്ലേ. 2-3 വർഷം മുമ്പ് വരെയൊക്കെ നിങ്ങളുടെ നല്ല ഇന്റർവ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇത് സംഭവിക്കാൻ വളരെ സമയമൊന്നും വേണ്ടല്ലോ. അതെ. പിന്നെ ഈ പരസ്പരം മനസ്സിൽ പൊരുത്തമില്ലാതെ വരുമ്പോൾ മാറി താമസിക്കുക എന്നുള്ളതാണല്ലോ എപ്പോഴും നല്ലത്. പിന്നെ അത് വെച്ച് പെരുപ്പിച്ച് കൊണ്ടുവരുന്നതിനേക്കാളും നല്ലത് മാറി താമസിക്കാതെ. അതെ, ചേട്ടനായാലും അങ്ങനത്തെ ഒരു മൈൻഡ് തന്നെയാണല്ലോ. അതായത് പിന്നെ തീർച്ചയായിട്ടും കഷ്ടപ്പെട്ട് ഒരുമിച്ച് താമസിക്കുന്നതിന് എന്തിനാ അത്. ഇപ്പോൾ കോർട്ടിൽ പണ്ട് 6 മാസം ഒന്നിച്ച് താമസിച്ചു നോക്കൂ എന്നൊക്കെ പറഞ്ഞു. പിന്നെ ഈ ഒരു തമ്മി അടിച്ച് ഇനി അവസാനം കൊല്ലാൻ തോന്നി ഞാൻ കൊല്ലുക. എന്തിനാ വെറുതെ അങ്ങോട്ട് പോകുന്നത്? പറ്റില്ല എന്ന് തോന്നുകയാണെങ്കിൽ സ്പ്ലിറ്റ് ചെയ്യുക. ഹെൽത്തി ആയിട്ട് ഒരു മ്യൂച്വൽ ആയിട്ട്. അത്രേ ഉള്ളൂ. ഇപ്പം ഫോറിൻ കൺട്രീസിലൊക്കെ അങ്ങനെയല്ലേ. പക്ഷേ അവിടെ ഒരു ഗുണമുള്ളത്, ആഫ്റ്റർ ഡിവോഴ്സ് അവർ തമ്മിൽ റിലേഷൻഷിപ്പ് ഉണ്ടാവും. ഐ മീൻ ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാവും. അവർക്ക് എപ്പോൾ വേണമെങ്കിലും ചെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മീറ്റ് ചെയ്യാം, കുട്ടികളെ അവിടെ ചെന്ന് കാണാം, ഇവിടെ അങ്ങനൊരു ഇതുണ്ടാവും. പക്ഷെ ഇവിടെ അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അതൊന്നും കഴിഞ്ഞാൽ ഡിവോഴ്സ് കൂടും. ചേട്ടൻ അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഒരാളാണോ? അതായത് ഇപ്പോൾ മ്യൂച്വലി ഡിവോഴ്സ് ആയാലും ഒരു പിന്നെന്താ, അതിനും നല്ല കാര്യമല്ലേ. അവര് വേറെ ഇന്റർഫിയർ ചെയ്യാൻ പോകുന്നില്ലല്ലോ അവരുടെ ലൈഫിൽ. നമ്മൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നു, ഒരു ഫ്രണ്ട്ഷിപ്പ് മെയിൻറ്റെയിൻ ചെയ്താൽ അതിനെന്താ കുഴപ്പം? ഇപ്പോൾ സ്പിരിറ്റിൽ അത് കറക്റ്റായിട്ട് കാണിക്കുന്നില്ല. ലാലേട്ടൻ്റെ ക്യാരക്ടർ, മറ്റേ കനികയുടെ ക്യാരക്ടർ, മറ്റേ ശങ്കർ രാമകൃഷ്ണൻ്റെ വൈഫായിട്ട് അല്ല, ആ ഫാമിലിയിൽ എപ്പോഴും കയറി ചെല്ലാം, അതിനെ കാണാൻ ഫംഗ്ഷൻസിന് പോകുന്നു. അതൊക്കെ നല്ല കാര്യമല്ലേ. നാട്ടിൽ പക്ഷെ അതൊക്കെ മറ്റേ ഭയങ്കര റയറായിട്ടേ കാണാൻ പറ്റുള്ളൂ. അത് ഒന്ന് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ കുറച്ചും കൂടെ നല്ലതാണെന്ന് പറയും എനിക്ക്, എൻ്റെ മനസ്സിൽ. ഇവിടെ അങ്ങനെയല്ലല്ലോ. ഇവിടെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ടാൽ കീറി മുറിക്കാൻ ഒരിക്കലും ഫേസിലോട്ട് നോക്കൂല. അതാണ്. പിന്നെ അവര് ഇപ്പോൾ ഫോറിൻ കൺട്രീസിലൊന്നും അവർ അങ്ങോട്ടും ഇങ്ങോട്ടും എപ്പോഴും ഇങ്ങനെ ബ്ലെയിം ചെയ്ത് നടക്കൊന്നുമില്ല. സെപ്പറേറ്റ് ചെയ്താൽ സെപ്പറേറ്റ് ചെയ്തു. അത് കഴിഞ്ഞ് പിന്നെ അതും മാതി പിടിച്ച് നടക്കൂലല്ലോ. ഇവിടെ അങ്ങനെയല്ല, പിന്നെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയല്ലേ. അപ്പോൾ അതെന്തായാലും അവിടെ നിൽക്കട്ടെ. ഞാൻ എന്തായാലും ചേട്ടനെ കാണുമ്പോൾ ചോദിക്കണം എന്ന് കരുതിയിരുന്നതാ. ഒരു 3 years മുമ്പ് ചേട്ടൻ ഒരു സിംഗിൾ ഇൻ്റർവ്യൂ കൊടുത്തത് കണ്ടിട്ടുണ്ടായിരുന്നു. ചേട്ടൻ യൂഷ്വലി ഇരുന്നിങ്ങനെ സംസാരിക്കുന്നതായിട്ടാണ് തോന്നുന്നത്. പക്ഷെ അതിനകത്ത് ഒരു 90% മദ്യപിച്ചിട്ട് ഇൻ്റർവ്യൂ കൊടുക്കുന്നു. അല്ല, അത് ചില സമയത്ത് അങ്ങനെ ഇന്റർവ്യൂ വരുന്ന സമയത്ത് പെട്ടെന്ന് തലേദിവസവും അല്ലെങ്കിൽ അങ്ങനെ വരുമ്പോൾ സംഭവിച്ചു പോകുന്നതാ. പക്ഷെ അതിനകത്ത് ഇപ്പൊ ട്രിവാൻഡ്രത്തുള്ള ഒരാൾ കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ ഇതുപോലെ മനുവിന്റെ നെയ്ബറാണ്, ആളുടെ ഒരു ടോക്കിംഗ് സ്റ്റൈൽ അങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കമന്റ്. അല്ല, ഞാൻ സാധാരണഗതിയിൽ ഇപ്പൊ ഞാൻ സംസാരിക്കുന്നില്ലേ, അത് കുറച്ചും കൂടെ ഒന്ന് വലിയും, അത്രേ ഉള്ളൂ. അല്ലാതെ ബാക്കി കാര്യങ്ങളൊന്നും പ്രശ്നം പറ്റില്ലായിരുന്നു. അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്നൊരു ഇന്റർവ്യൂ ആയിരുന്നു. പിന്നീട് അപ്പൊ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഇന്റർവ്യൂ കൊടുത്തത് കൊണ്ട് റിഗ്രറ്റ് തോന്നിയിട്ടുണ്ടോ? അല്ല, ഇത് ഇപ്പൊ ഞാൻ ചോദിക്കട്ടെ, അങ്ങനെയാണെങ്കിൽ ഓരോരുത്തർ, ഇപ്പൊ ഞാൻ ആരുടെയും പേര് പറയുന്നില്ല, ഓരോരുത്തർ എന്തൊക്കെ പ്രശ്നങ്ങൾ വരുന്നു, അവരൊക്കെ പിന്നെ റിജക്ട് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ അതിനെ സമയം കിട്ടുള്ളൂ. ലൈഫിൽ അപ്പം സംഭവിച്ചത് അപ്പം കളയുക, അത്രേ ഉള്ളൂ.
ഇതൊന്നും നമ്മൾ സ്റ്റോർ ചെയ്ത് വെച്ചോണ്ടൊരു കാര്യമില്ല. അതിങ്ങനെ മനസ്സിലിങ്ങനെ അതൊരു ഭാരമായിട്ട് കൊണ്ട് നടന്ന് ഞാൻ കുറച്ചൊക്കെ ഉണ്ട് കേട്ടോ. ഞാൻ സെൻറ്റിമെൻറ്റിലാണ് വളരെ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഹാർട്ടാണ് എൻ്റെ. അപ്പോൾ പെട്ടെന്ന് സെൻറ്റിമെൻറ്റലാവും ഞാൻ. പക്ഷെ അതിങ്ങനെ പിന്നെ അത് ഈ പറഞ്ഞ പോലെ ദൈവവിശ്വാസത്തിൻ്റെ പുറത്തും ഒക്കെ ഇങ്ങനെ അത് കവർ ചെയ്ത് അങ്ങ് പോവും, അത്രേ ഉള്ളൂ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ലൈഫിൽ അങ്ങനെ ഒരു റിഗ്രറ്റ് അടിച്ചിരിക്കുന്ന ഇപ്പം ഞാൻ അങ്ങനെ റിഗ്രറ്റ് അടിച്ച് ഇരിക്കുന്നുണ്ട്, എൻ്റെ മനസ്സിലുണ്ടാവും. പക്ഷെ അതിങ്ങനെ കൊണ്ടു നടന്ന് അതിനെ ഒരു എന്താ പറയുക വലിയ ലോഡായിട്ട് കൊണ്ടു നടക്കുന്നൊരു സംഭവമില്ല. ഇല്ല. എന്തായാലും ചേട്ടൻ പറയാൻ വന്നത് എന്തോ പറയാൻ വന്നത്? അല്ല, ഈ ഞാൻ പറഞ്ഞത് ഈ നമ്മൾ ഇപ്പം അടുത്ത കാലത്ത് എൻ്റെ ഒരു ശീലം തുടങ്ങിയിട്ടുണ്ട് ഈ പ്രഭാഷണങ്ങൾ കേൾക്കുക, നല്ല പ്രഭാഷണങ്ങൾ കേൾക്കുക. അപ്പോൾ പലരും ഇപ്പോൾ എൻ്റെ അനിയനെ പോലുള്ളതാണ് ശരത് എ ഹരിദാസ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രഭാഷണമൊക്കെ വളരെ നമുക്ക് മനസ്സിന് ഭയങ്കര സ്ട്രെങ്ത് തരുന്ന ഒരു സംഭവമാണ്. ദൈവത്തിനെയും ഈ അന്ധവിശ്വാസങ്ങളൊക്കെ മാറ്റി നിർത്തിയിട്ട് അതിൻ്റെ ഒരു കറക്റ്റ് തത്വം നമുക്ക് മനസ്സിലാക്കി തന്ന് നമ്മളെന്തിനാ ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് അദ്ദേഹത്തിൻ്റെ വാക്കാണ്. നമ്മൾ ആലോചന ഇത് മനസ്സിൽ വെച്ചുകൊണ്ടിരിക്കാതെ അത് കളയുക. അദ്ദേഹത്തിൻ്റെ വാക്കെന്നല്ല ശരിക്കും പറഞ്ഞാൽ, പുള്ളി മഹാഭാരതത്തിൽ നിന്നൊക്കെ കോട്ട് ചെയ്ത സാധനത്തിൻ്റെ ഒരു തത്വം നമുക്ക് പറഞ്ഞു തരുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് സംഭവം. നമ്മളിത് വച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. ഇതെല്ലാം ഇപ്പോൾ ഞാനും അദ്ദേഹത്തിൻ്റെ വാക്കുകളാണേ, ഞാനും നൂർജഹാനും ഇവരെല്ലാവരും ഇപ്പോൾ മാത്രമല്ല ഇതിനു മുമ്പും നമ്മളിങ്ങനെ ഇരുന്നിട്ടുണ്ട്. പക്ഷെ ഈ ശരീരമായിരിക്കില്ല, ഈ രൂപമായിരിക്കില്ല എന്ന് മാത്രമേ ഉള്ളൂ. ഇതേ സ്ഥലത്ത് നമ്മൾ വേറൊരു കാലഘട്ടത്തിൽ നമ്മൾ ഇരുന്ന് കാണും. അത് ചിന്തിച്ചാൽ മതി. ഇത് സൈക്ലിങ്ങേ ഉള്ളൂ, ഒരു സാധനവും ഇവിടുന്ന് പോകുന്നില്ല. സൈക്ലിംഗ് മാത്രമേ ഉള്ളൂ. പോകുന്നവർ തിരിച്ചു വരിക, വേറൊരു രീതിയിൽ തിരിച്ചു വരിക എന്ന് മാത്രമേ ഉള്ളൂ. ഈ പറഞ്ഞ പോലെ ഈ ലൈഫിൽ ഇതൊക്കെ കേട്ടിട്ട് ഒരുപാട് ചേഞ്ചസ്, അതൊരുപാട് ചേഞ്ച് ഉണ്ട്. അതെ. എന്തെങ്കിലും ശീലങ്ങൾ മാറ്റിയിട്ടുണ്ടോ? പക്ഷേ ശീലങ്ങൾ ഈ ശീലങ്ങൾ മാറ്റുക എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എൻ്റെ ഒരു ശീലം കൊണ്ട് ബാക്കി ആർക്കും ഒരു ഉപദ്രവം വരുത്തിയിട്ടില്ല ഇന്ന് വരെ. ഇപ്പോൾ ലൊക്കേഷനിൽ പോലും പെൺകുട്ടികൾ പറഞ്ഞിട്ടുണ്ട്, ഞാൻ മനുച്ചേട്ടൻ്റെ വായിൽ നിന്നൊരു ദ്വയാർത്ഥ പ്രയോഗമോ മോശം വാക്കുകളോ ഒന്നും ഇന്ന് വരെ കേട്ടിട്ടില്ല. അങ്ങനെ ഒരാളും പറയില്ല, അതൊരു ഗ്യാരണ്ടി ഉണ്ട്. പിന്നെ ഞാനെപ്പോഴും പറയാറുണ്ട്, ഞാൻ മരിച്ചു കിടന്നാൽ ചിലപ്പോൾ പ്രമുഖമായിട്ടുള്ള നടന്മാർ വരുമായിരിക്കും, അത് ചിലപ്പോൾ വന്ന് ജസ്റ്റ് കണ്ടിട്ട് പോകും. പക്ഷെ എന്നെ ഓർത്ത് കരയുന്നത് ചിലപ്പോൾ പ്രൊഡക്ഷനിലെ പാത്രം കഴുകുന്ന പിള്ളേരായിരിക്കും. കാരണം ഞാനെല്ലാവരും അങ്ങനെ കാണുന്നുള്ളൂ, എല്ലാവരെയും ഒരേ ലെവലിലേ കാണുന്നുള്ളൂ. ഇപ്പോൾ ഡയറക്ടറെ ഞാൻ ക്യാമറയ്ക്ക് പുറകെ നിൽക്കുമ്പോൾ എൻ്റെ ബ്രദറിലോ ആണെങ്കിലും ഞാൻ സാറിനെ വിളിക്കുകയുള്ളൂ. അപ്പോൾ അതാ സമയത്താണ്. അത് കഴിഞ്ഞാൽ ചിലപ്പോൾ ഇപ്പോൾ ചേട്ടനാണെങ്കിൽ ചേട്ടൻ, അല്ലെങ്കിൽ പേരാണെങ്കിൽ പേര്, അങ്ങനെ വിളിക്കുകയുള്ളൂ. അതേ എഫക്റ്റിൽ തന്നെയാണ്, ആ സ്നേഹത്തോടെ തന്നെയാണ് ഞാൻ പ്രൊഡക്ഷനിലെ പിള്ളേരെയും കാണാറുള്ളത്. അതെ. കുക്കിംഗ് ഒക്കെ എപ്പോഴും ചെയ്യാറുണ്ടോ? ഒരു ചേനപ്പായസത്തിന്റെ റെസിപ്പി പണ്ട് കൈരളിയിൽ വന്നത് ഓർക്കുന്നുണ്ട്. ചേനപ്പായസമൊക്കെ അച്ഛൻ്റെ അമ്മയുടെയും ഇതുകൊണ്ട് അന്ന് എക്സ്പെർട്ട് ആയിട്ട് വന്ന് അമ്മയുടെ റെസിപ്പി അതൊക്കെ. അതെ. അമ്മ വെജിറ്റേറിയൻ ഫുഡിൽ, അമ്മ നോൺ വെജ് തൊടൂല കേട്ടോ. ഉണ്ടാക്കും, പക്ഷേ ചേട്ടനും കഴിക്കുമോ? ഞാൻ കഴിക്കും. അപ്പോൾ അമ്മ നന്നായിട്ടുണ്ടാക്കും, ഉണ്ടാക്കുമായിരുന്നു. ഇപ്പം ഞാൻ പിന്നെ നിർബന്ധിക്കാറില്ല, ഞങ്ങൾ മാത്രമേ ഉള്ളൂ, അമ്മ കഴിക്കൂല. അപ്പോൾ അമ്മയുടെ സത്യം പറഞ്ഞാൽ ബീഫൊക്കെ കഴിക്കാൻ സിനിമയിൽ നിന്ന് സിദ്ദിഖേട്ടൻ വരെ വന്ന് എൻ്റെ വീട്ടിൽ ഒരുവിധം ഓൾമോസ്റ്റ് എല്ലാവരും വന്നിട്ടുണ്ട്.